വെൽക്കം ടു സെൻസ് കിച്ചൺ ഈറ്റ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബാംഗ്ലൂർ സ്പെഷ്യലായ ചിക്കൻ ദൊണ്ണെ ബിരിയാണിയാണ്. 600 ഗ്രാം ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, 2 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 30 മിനിറ്റ് മാറ്റിവെക്കുക. 2 കപ്പ് ജീരകശാല അരി നന്നായി കഴുകി ഒരു 15 മിനിറ്റ് കുതിർത്തി വെക്കുക. ഇനി ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കുന്നതിനായി 2 ചെറിയ പീസ് കറുവപ്പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു ചെറിയ ജാതിപത്രി, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരുംജീരകം, ഒരു ചെറിയ പീസ് കൽപ്പാസി, ഒരു ബേ ലീഫ് എന്നിവ നന്നായി പൊടിച്ചെടുക്കുക. ഇനി ചൂടായ പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ചെറുതായി കീറിയ 5 പച്ചമുളക് ചേർത്തൊന്ന് വഴറ്റി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലയും ചേർത്ത് ഒന്ന് വാടി വരുമ്പോൾ പാനിൽ നിന്നും മാറ്റി ചൂടാറിയതിനു ശേഷം അല്പം വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഇനി ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർക്കുക. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു തക്കോലം, 2 ഗ്രാമ്പു, ഒരു ചെറിയ ജാതിപത്രി, 1/4 ടീസ്പൂൺ കുരുമുളക്, ഒരു ചെറിയ കഷ്ണം കൽപ്പാസി, ഒരു ബേ ലീഫ്, 1/2 ടീസ്പൂൺ ഷാജീരകം, 2 ഏലക്ക എന്നിവ ചേർത്ത് ഒന്ന് മൂപ്പിക്കുക. ഇതിലേക്ക് 2 സവാള ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇനി 10 അല്ലി വെളുത്തുള്ളി ചതച്ചതും 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് ഒന്നുകൂടി വഴറ്റുക. ഇതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് നന്നായി യോജിപ്പിച്ച് ഹൈ ഫ്ലെയിമിൽ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക. ഇതിലേക്ക് അരച്ചു വെച്ച മല്ലിയില, പുതിനയില എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇനി 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും പൊടിച്ചെടുത്ത മസാലപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ചിക്കൻ കുക്ക് ചെയ്തെടുക്കുക. ചിക്കനിൽ മസാലയെല്ലാം പിടിച്ച് ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 കപ്പ് ചൂടുവെള്ളം ചേർക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിൽ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടി ചേർത്ത് നന്നായി തിളച്ചു വരുമ്പോൾ അരി ചേർത്ത് കൊടുത്ത് ചെറു തീയിൽ മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ചിക്കൻ ദൊണ്ണെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് കുറഞ്ഞത് 30 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യുക. ഈ ബിരിയാണിയുടെ കൂടെ ചിക്കൻ ഫ്രൈ, സാലഡും കൂടി ആകുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.